ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിത 2023 വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിത നമുക്ക് ഷോർട്ടായിട്ട് BNS എന്ന് വിളിക്കാം. ഭാരതീയ നിയമവ്യവസ്ഥയിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിരിക്കുന്നത്. 2023 നിലവിൽ വരുന്ന വരെ നമ്മൾ പിന്തുടർന്നു പോന്നിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ള ഇന്ത്യൻ പീനൽ കോഡായിരുന്നു. നമ്മൾ ഈ വരുന്ന സ്ലൈഡ് പേജുകളിൽ എന്താണ് ഭാരതീയ ന്യായ സംഹിതയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. പ്രധാനമായിട്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 1860 ബ്രിട്ടീഷുകാരുടെ കാലത്ത് മെക്കാളെ പ്രഭു നിർമ്മിച്ചിരുന്ന IPCക്ക് പകരമാണ് പുതിയ നിയമം വന്നത് എന്നതാണ്. അതോടുകൂടിയിട്ട് കാലഹരണപ്പെട്ട പല നിയമങ്ങളും പരിഷ്കരിക്കപ്പെടുകയുണ്ടായി. രാജ്യദ്രോഹം പോലുള്ള പഴയ നിയമങ്ങൾക്ക് ഈ സംഹിതയെ നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചു വരുന്നതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ, സംഘടിത കുറ്റകൃത്യങ്ങളൊക്കെ. ഇതൊക്കെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പുതിയ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ നിയമം കുറച്ചുകൂടി ലളിതമാക്കിയിട്ടുണ്ട്. IPCയിൽ 511 വകുപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വന്നപ്പോൾ 358 വകുപ്പുകളായിട്ട് ചുരുങ്ങി എന്നതാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള അതീവ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഈ സൈഡിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സംഘടിത കുറ്റകൃത്യങ്ങൾ അഥവാ ഓർഗനൈസ്ഡ് ക്രൈം. സെക്ഷൻ 111 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെന്താ വെച്ചാൽ കൊട്ടേഷൻ സംഘങ്ങൾ, അതുപോലെ മയക്കുമരുന്ന് മാഫിയകൾ, നിയമവിരുദ്ധമായ ചൂതാട്ടം തുടങ്ങിയ സംഘടിതമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക വകുപ്പാണ് സെക്ഷൻ 111 എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബിൽ ലിഞ്ചിങ്. അത് സെക്ഷൻ 103 ക്ലോസ് 2 പറയുന്നത്. എന്താ വെച്ചാൽ 5 അതിലധികമോ ആളുകൾ ചേർന്ന് ജാതി, മതം, ഭാഷ അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ഒരാളെ മർദ്ദിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു കുറ്റകൃത്യമായിട്ട് നമ്മുടെ BNSൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെക്ഷൻ 113 പറഞ്ഞിരിക്കുന്ന ടെററിസ്റ്റ് ആക്ട് ആണ്. അതായത് രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ നിർവചനവും കർശനമായ ശിക്ഷയാണ് ഈ BNSൽ സെക്ഷൻ 113 പ്രകാരം ഉറപ്പുവരുത്തുന്നത്. ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് സെക്ഷൻ 112 പറയുന്നത്. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം. അതായത് മാല പറിക്കുക, പോക്കറ്റ് അടിക്കുക, ടിക്കറ്റ് കരിഞ്ചന്ത വിൽക്കുക, പരീക്ഷാ പേപ്പർ ചോർത്തുക അങ്ങനെ തുടങ്ങിയുള്ളതാണ് സംഘടിത കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. ഇവ ചെയ്യുന്ന ആൾക്കാർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 112. നെക്സ്റ്റ് വൺ ആണ് നമ്മളെ വഞ്ചനപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക ബന്ധം. സെക്ഷൻ 69 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അത് നിറവേറ്റാൻ ഉദ്ദേശമില്ലാതെ ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത സെക്സ്വൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന ഏതൊരാൾ അവർക്ക് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷിക്കപ്പെടുന്നതാണ് BNS പറയുന്നത്. അതായത് വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നതിൽ പറയുന്നത് വെച്ചാൽ ഐഡന്റിറ്റി മറച്ചു വെച്ച ശേഷം തൊഴിൽ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, പ്രലോഭനം അല്ലെങ്കിൽ വിവാഹം ഇത് വാഗ്ദാനം ചെയ്ത് വ്യാജ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് വേണമാണ് ഹിറ്റ് ആൻഡ് റൺ. അതായത് അശ്രദ്ധയായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളുടെ മരണത്തിന് കാരണമാവുകയാണ്. എന്നിട്ട് അത് പോലീസിനോ മജിസ്ട്രേറ്റിനോ അറിയിക്കാതെ വാഹനം നിർത്താതെ പോകുന്ന ഡ്രൈവർമാര് അവർക്ക് 10 വർഷം വരെ തടവും പിഴയും നൽകുക എന്നുള്ളതാണ് സെക്ഷൻ 106 ക്ലോസ് 2 പറയുന്നത്. BNSൽ 4 ശിക്ഷകളെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. 6 തരം ശിക്ഷകളെ കുറിച്ചാണ് BNS പറയുന്നത്. ഫസ്റ്റ് വൺ വധശിക്ഷ, ഡെത്ത് പെനാൽറ്റി. അത് IPC പറയുന്ന കാര്യം തന്നെയാണ്, അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് നമുക്ക് ശിക്ഷ. സെക്കൻഡ് വൺ IPC പറയുന്നത് തന്നെയാണ് ഇംപ്രിസൺ ഫോർ ലൈഫ്. പ്രവൃത്തിയുടെ സ്വാഭാവിക ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയുക എന്നതാണ് നമ്മുടെ ഇംപ്രിസൺ ഫോർ ലൈഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ തേർഡ് വൺ തടവ് ശിക്ഷയാണ്. 2 തരത്തിലുണ്ട്. ഒന്ന് റിഗ്രസ് ഉണ്ട്, 2 സിമ്പിൾ ഉണ്ട്. ഇത് നമ്മുടെ IPC പറയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വസ്തുവകൾ കണ്ടുകെട്ടുക എന്നുള്ളത്. കുറ്റകൃത്യത്തിലൂടെയൊക്കെ സമ്പാദിച്ചത് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച സ്വത്തുക്കൾക്ക് സർക്കാർ പിടിച്ചെടുക്കുന്ന രീതിയെ കുറിച്ചാണ്. നെക്സ്റ്റ് വൺ ഫൈൻ ആണ്. കോടതി നിശ്ചയിക്കുന്ന തുക പിഴയായിട്ട് നമ്മൾ അടയ്ക്കുന്നതിനെ കുറിച്ച്. ഈ 6th വൺ നമ്മളെ BNSൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ് കമ്മ്യൂണിറ്റി സർവീസ്. അതായത് BNS പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ശിക്ഷയാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ, ഈ മദ്യപിച്ചൊക്കെ റോട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് BNSലേക്ക് വന്നിട്ടുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം.